ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് റെയിൽവേയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്തത് ജൂലൈ മാസത്തിലായിരുന്നു. എന്നാൽ ജൂലൈ മാസത്തിൽ എന്ത് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഉടനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ സമയത്ത് തന്നെയാണ് റെയിൽവേയുടെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് പേർക്കെങ്കിലും നേരത്തെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഏജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഭാരത സർക്കാർ, മിനിസ്ട്രി ഓഫ് റെയിൽവേ ബോർഡ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. റിലാക്സേഷൻ ഇൻ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു നോൺ ഗസറ്റഡ് പോസ്റ്റ് ഇൻ ദ റെയിൽവേ എന്നുള്ളതാണ്. അതായത് ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം. ഓൾറെഡി RRBയുടെ ALP എക്സാം ഒക്കെ അപ്ലൈ ചെയ്ത ആളുകൾക്ക് അറിയാവുന്നതാണ്. റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഏജ് റിലാക്സേഷൻ 3 ഇയേഴ്സിൻ്റെ ഒരു ഏജ് റിലാക്സേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നീടായിരുന്നു തന്നത്. അത് തന്നെ പല ആളുകളും അറിയാതെ പോയിട്ടുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് എപ്പോഴും ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് എൻട്രിയുടെ ഈ ഒരു ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. സോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ നോട്ടീസിൽ വന്നിരിക്കുന്നത് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻ കണ്ടിന്യൂയിങ് ബോർഡ് ലെറ്റേഴ്സ് അണ്ടർ റെഫറൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു എക്സ്റ്റെൻഡ് റിലാക്സേഷൻ ഓഫ് 3 ഇയേഴ്സ് ഇൻ അപ്പർ ഏജ് ലിമിറ്റ് ആസ് പ്രസന്റ്ലി പ്രൊവൈഡഡ് ഫോർ ദ ഓൺഗോയിങ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓഫ് ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആൻഡ് ടെക്നീഷ്യൻ കാറ്റഗറി ഫോർ ദ റിക്രൂട്ട്മെന്റ് മാർക്കറ്റ് ടു ഓൾ പോസ്റ്റ് ടു ബി നോട്ടിഫൈഡ് ബൈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഡ്യൂറിംഗ് ദ കലണ്ടർ ഇയർ 2024 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓൾറെഡി RRBയുടെ ALPക്കും അതേപോലെ ടെക്നീഷ്യന് നൽകിയിരിക്കുന്ന ഏജ് റിലാക്സേഷന് ഇനി വരാൻ പോകുന്ന നോൺ ഗസറ്റഡ് പോസ്റ്റുകൾക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് റെയിൽവേ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ദിസ് ഈസ് ടു ഗിവ് റിലീഫ് ടു കാൻഡിഡേറ്റ് ഹൂ മേ ഹാവ് ബിക്കം ഓവർ ഏജ്ഡ് ഹാവ് മിസ്ഡ് ദ ഓപ്പർച്യൂണിറ്റി ടു അപ്പിയർ റിക്രൂട്ട്മെന്റ് ഓഫ് റെയിൽവേ ഡ്യൂ ടു കോവിഡ് പാൻഡമിക്. അത് തന്നെയായിരുന്നു ALPയുടെ കേസിലും പറഞ്ഞത്. കോവിഡ് പാൻഡമിക് കാരണം ആർക്കും ഓപ്പർച്യൂണിറ്റി മിസ്സാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു റിലാക്സേഷൻ വന്നിട്ടുള്ളത് എന്നാണ്. 3 ഇയേഴ്സ് റിലാക്സേഷൻ ആണ് നമ്മൾ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് നൽകാൻ പോകുന്നത്. അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് 2018 നടത്തിയ സമയത്ത് ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. അതിലേക്കൊരു 3 ഇയേഴ്സ് കൂടി വരുന്ന സമയത്ത് 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിൽ എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ ഒരു 3 ഇയറിൻ്റെ അഡീഷണൽ റിലാക്സേഷൻ അഥവാ 39 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ, അതായത് 41 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് JEയുടെ കേസിലും RRB പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ 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 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ന്യൂസ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി എന്ന് പറയുന്നത്, റെയിൽവേ RRB JEയുടെ നോട്ടിഫിക്കേഷൻ്റെ പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോരോ ഇൻപുട്ടുകളാണ് നമുക്ക് ഓരോ ദിവസങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് അത് വേക്കൻസിയുടെ രൂപത്തിൽ വന്നു, ഇപ്പോൾ ഈ ഒരു റിലാക്സേഷൻ്റെ രൂപത്തിൽ വന്നു. സോ ഏത് സമയവും നമുക്ക് എന്ത് ചെയ്യാം, RRB JEയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ RRB JEക്ക് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. വളരെ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് നിങ്ങളെ കാത്തിരിക്കുന്നു. സോ അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം ടെക്നിക്കൽ ആയിക്കോട്ടെ നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ കൃത്യമായിട്ടുള്ള മെൻറ്ററിംഗ് ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുമായിട്ട് എൻട്രിയുടെ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.